അല്ലടോ എന്തെന്നാ കേൾക്കുന്നത്? അതായത് രാവിലെ തന്നെ ടി വിയും പത്രവും ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് കേൾക്കുന്നത്. പക്ഷെ ഞാൻ ഞെട്ടാറൊന്നുമില്ല, ഞാനങ്ങനെ ഞെട്ടുകയും ചെയ്യില്ല. കാരണം എന്താ, 2025 പറഞ്ഞപ്പോഴേ ഇന്നിപ്പോഴേ 8ാമത്തെ മാസം കൂടി പടിയിറങ്ങാൻ പോവുകയെന്ന്. ഈ 8 മാസവും ഞെട്ടി 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 ഞാൻ ഞെട്ടില്ല വട്ടേലയായി. അതേ എനിക്ക് പറയാനുള്ളൂ. അതായത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ജീവനൊടുക്കൽ, എല്ലാം കടം, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തത് പൈസ ഉള്ളത്, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോഴിത് കേരളത്തിലൊരു ഫാഷനായോ എന്നാണ് എൻ്റെ ഒരു സംശയം. അതായത് എല്ലാവരും എന്ന് പറഞ്ഞാൽ അഭയം തേടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലാണ്. എന്നാൽ മാധ്യമങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഇതൊന്നും ഇതിനൊരു പരിഹാരമല്ല, ജീവിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ തത്വമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും ഇത് അനുസരിക്കുന്നുണ്ടോ? അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ടോൾ ഫ്രീ നമ്പറാണ്, കോൾ ചെയ്യൂ. ആരെങ്കിലും കോൾ ചെയ്യുന്നുണ്ടോ? എനിക്കറിയില്ലാട്ടാ, ആണെന്താ വെച്ചാൽ ആരെങ്കിലും കോൾ ചെയ്യുന്നുണ്ടോയെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ മലയാളികൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മളെ ആരെയും ഇപ്പം ശ്രദ്ധിക്കുന്നില്ല. അവർക്കൊക്കെ ഇപ്പോഴും വേറെ പലതുമാണ് കാര്യങ്ങൾ. അതായത് ആർക്കൊക്കെ ഇതുണ്ട് അതുണ്ട് എന്നൊക്കെ അന്വേഷിക്കലാണ് ഇപ്പോൾ പലരുടെയും പണി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും പല വിഷയങ്ങൾക്കും ഇവർക്ക് ഇടപെടാൻ കഴിയുന്നില്ല. പിന്നെ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മതവും ജാതി ഇതൊക്കെ ആയിട്ട് അങ്ങനെയും പോയി അവിടുന്ന്. കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് അങ്ങ് പോയി അവിടുന്ന്. അങ്ങനെ നമ്മുടെ നാട് വല്ലാത്ത പിടിച്ച ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പം പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഇന്നലെ 2 സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത്. ഒന്ന് കാസർഗോഡ്, അമ്മയും അച്ഛനും 2 മക്കളും ഘടാഘണ്ഡ്യന്മാരായ, ശങ്കരാടി പറയുന്ന പോലെ ഘടാഘണ്ഡ്യന്മാരായ 2 ആൺമക്കൾ. ആ ആൺമക്കളെയും കൂട്ടിയിട്ട് ഈ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് കഴിച്ചു. 3 പേര് മരിച്ചു. ഇപ്പോൾ ഒരുത്തനാണെങ്കിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. അതിലെന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടും ഉണ്ടായിരുന്നു എന്നും ചില വാർത്തകളിലൊക്കെ കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. ഇനി ഇവരുടെ ഇടയിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് കടബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 മക്കളില്ലേ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രായപൂർത്തിയായ 2 മക്കളില്ലേ, ജോലി ചെയ്തിട്ടെങ്കിൽ ജീവിച്ചൂടെ? എന്തൊക്കെ ജോലി നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ ജോലി ചെയ്താൽ തീർക്കാൻ പറ്റാത്ത കടമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, വീടും പറമ്പൂല്ലേ, അതങ്ങ് വിറ്റൂടെ? ഇത് ആരെ പേടിച്ചിട്ടാണ് ഇതൊക്കെ നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എടുത്തങ്ങ് വിറ്റുകളാ. ആരെ കാത്തിരിക്കണോ? ഇതെൻ്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണാണ്, ഇതെൻ്റെ അമ്മ ഉറങ്ങുന്ന മണ്ണാണ് എന്നൊക്കെ, ഇതെൻ്റെ മുത്തച്ഛൻ ഉറങ്ങുന്ന മണ്ണാണ്, അയ്യോ അവിടെ പിന്നെ വിളക്ക് കത്തിക്കലുണ്ട്, ഇതിവിടെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കാണ്ട് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്ന് മാത്രമേ ഉള്ളൂ. ആ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇനി പൂർവികർ എന്ന സ്വത്താണെങ്കിലും അതങ്ങ് വിറ്റുകളാ. അവിടെ വെറുതെ അനാവശ്യമായിട്ടുള്ള സെൻറ്റിയും അടിച്ച് അവിടെ എൻ്റെ അമ്മാവനുണ്ട്, ഇവിടെ എൻ്റെ കൊച്ചച്ഛനുണ്ട്, അയ്യോ ഇവരെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ നിന്നും പോകുക? ഈ മണ്ണ് വിട്ട് എങ്ങനെയാണ് പോകുക? എൻ്റെ അയൽവാസികൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ നാട്ടുകാർ ഇവരെല്ലാം എന്ത് വിചാരിക്കും? ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു മാങ്ങാത്തൊലിയും വിചാരിക്കത്തില്ല. അതായത് നിങ്ങൾക്ക് കടം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്ത് കാര്യം ഉണ്ടെങ്കിൽ ശരി അതങ്ങ് വിറ്റ് കളയണം. വിറ്റ് കളഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ജീവിതത്തിനാണ് നോക്കേണ്ടത്. എന്തിനധികം പറയുന്നു, വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വാടകയ്ക്ക് വീട് കിട്ടും, അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ജീവിതം തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നലെ കണ്ണൂരിൽ നിന്ന് നടന്ന സംഭവം, അതായത് അച്ഛനും അമ്മയും അതുപോലെ അവർക്കാണെങ്കിൽ 2 ആൺമക്കളാണ്. ആ 2 ആൺമക്കളും വിദേശത്ത് നല്ല ജോലിയുള്ളവരാണ്. ഒരു മകനാണെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയാണ് തിരിച്ചു പോയിരിക്കുന്നത്. ഒരു മകൻ വരുന്നത് ഇന്നലെയായിരുന്നു. ഇന്നലെ അവർ കേട്ട വാർത്ത എന്താ? അവരിവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്താണ് ഈ അച്ഛൻ അമ്മയെ കൊലപ്പെടുത്തിയിട്ട് തീ വെച്ചത് എന്നാണ് കേൾക്കുന്നത്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും സംസ്കാര ചടങ്ങാണ്. അപ്പോഴിങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്തുകൊണ്ട്? അതായത് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ വന്നിട്ട് ഈ മക്കളെയാണ് കുറ്റം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ പൈസ അയച്ചു കൊടുത്താൽ പോരാ, അച്ഛനോടും അമ്മയോടും വല്ലപ്പോഴും സുഖമാണോ എന്ന് അന്വേഷിച്ച് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഉള്ള കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് അന്ന് ചിലപ്പോൾ ചായ തന്നിട്ടില്ല, നീ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഈ കൊലപാതകത്തിന് കാരണം. ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ചില ആൾക്കാർ അങ്ങനെയാണ്, സൈക്കോപാത്തുകളാണ് ചില ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ. പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിൽ നിന്നും ഊതി വീർപ്പിച്ച് ഇതുപോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികത്തിൻ്റെ പ്രശ്നമില്ല, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള പ്രശ്നമില്ല. ഇതൊന്നും ഇല്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പല തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾക്കിന്ന് അയൽക്കാർ വേണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവർ വേണ്ട, എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ മതിലുകളും വലിയ വലിയ ഗേറ്റുകളൊക്കെ ആക്കിയിട്ട് ആരെങ്കിലും വന്ന് 10 രൂപ ചോദിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഇച്ചിരി പണമൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ഗേറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ വലിയൊരു നായിനെയൊക്കെ അങ്ങ് വാങ്ങിച്ചിടുക. അതാകുമ്പോഴും എന്ന് പറഞ്ഞാൽ അയൽവക്കത്തു നിന്ന് ഒരാൾ പോലും വരത്തില്ലല്ലോ. കാരണം ഈ നായിനെ പൊരിച്ചിട്ട് നായിൻ്റെ കടി കിട്ടിക്കഴിഞ്ഞാൽ അതിലും ഒരുപാട് പൈസ നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോഴേ മൊത്തത്തിലെല്ലാം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരോടോ സ്നേഹമില്ല, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, കുറച്ച് പണമായി കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായി, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ ഇതൊന്നും തിരിച്ച് വന്നില്ലെങ്കിലും കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ കണ്ടാൽ മിണ്ടുന്ന തരത്തിലുള്ള ഒരു പരിചയമെങ്കിലും വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇതുപോലെയുള്ള മരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് തോന്നുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇത്രയും ക്രൂരനാകാൻ കഴിയോ? തൻ്റെ കൂടെ ജീവിച്ച തൻ്റെ ഭാര്യയെ ഇത്രമാത്രം ക്രൂരതയോടുകൂടി കൊലപ്പെടുത്താൻ ഒരു മനുഷ്യന് പോലും കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് അയാളുടെ മനസ്സിൽ നമ്മളറിയാത്ത, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മക്കും നമ്മൾ ഒരുപാട് പൈസ അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവരെ നമ്മൾ ഇതാക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പൈസയില്ല, ഇനി ജീവിക്കാൻ എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. വല്ലപ്പോഴും അവരോട് നമ്മൾ സംസാരിക്കാൻ തയ്യാറായിരിക്കണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാൻ തയ്യാറായിരിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെന്നാ അപ്പോൾ കുഴപ്പം, എല്ലാ സാധനങ്ങളും ഇല്ലേ, അതുപോലെ തന്നെ തിന്നാനും ബുദ്ധിമുട്ടില്ല, അതും ഇഷ്ടംപോലെ പൈസയുണ്ട് കയ്യിൽ, മതിയോ? ഇത് പോരാ ഒരിക്കലും. അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ? ചിലപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യ വീട്ടുകാരെ ഭയങ്കരമായിട്ട് തലയിലെടുത്ത് വെക്കുന്ന ചില ടീമുകളുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് മല്ലിക സുകുമാരൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പൃഥ്വിയായാലും ഇന്ദ്രനായാലും അവരുടെ അമ്മയെയും അമ്മായി അച്ഛനുമാരെയും എല്ലാവരും അവരവരുടെ പിന്നെ കൂടെ കൂട്ടും, യാത്രക്ക് കൂട്ടും, അതുപോലെ ടൂറിന് പോകുമ്പോൾ എല്ലാ തരത്തിലും കൂട്ടും. പക്ഷെ ഇവിടെ ഒരു അമ്മയുണ്ട് എന്നുള്ള കാര്യം അവർ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യത്തിൽ മറന്നു പോകും എന്ന് പറയുന്നുണ്ട്. അതൊരു വലിയൊരു സന്ദേശമാണ്, കേരളത്തിന് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമാണ്. എന്താണെന്ന് വെച്ചാൽ പലരും പല കാര്യങ്ങളും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോഴവരൊക്കെ പറയുന്ന ന്യായം ഇതാണ്, കുട്ടീനെ നോക്കാനല്ലേ കൊണ്ടുവന്നത്, ഓളമ്മേനെ കൊണ്ടുപോയിട്ട് പറയും കുട്ടീനെ നോക്കാനല്ലേ കൊണ്ടുപോകുന്നത്, ഓളച്ഛനെ കൊണ്ടുപോയിട്ട് പറയും അത് അവരെ വൈശ്യനെ കൊണ്ടല്ലേ വന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം അച്ഛനമ്മമാരുടെ ആ ഒരു മനസ്സിൽ ഒരു വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യണം. വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കുഴപ്പവും ഒന്നും വരാൻ പോകുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ പലരും അത് ചോദിക്കാറില്ല. കാരണം എന്താ, പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞ് ഇവരൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണ്ണൂർ ഇപ്പോൾ നടന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കേട്ടിടത്തോളം അയാൾ നല്ല ഊർജ്ജസ്വലതയുള്ളൊരു മനുഷ്യനാണ്, നല്ല ജോലിയൊക്കെ ചെയ്യുന്നതാണ്, അയാൾക്ക് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ രണ്ടുപേർക്കും ഇല്ല എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല നമ്മുടെ കേരളം ഭരിക്കുന്ന പിന്നെ ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ ബന്ധുവും കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ല ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മാത്രം ആർക്കും പറയാൻ കഴിയുന്നില്ല. വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ സാമ്പത്തികം തന്നെ പറയാം. ഇദ്ദേഹത്തിന് ആ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മിക്കവാറും തന്നെ എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങൾ വരെ ഇതിങ്ങനെയുള്ള വാർത്തകളൊക്കെ കൊണ്ടുവരുമ്പോൾ അതുവരെ ചില ആൾക്കാരെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. നിത്യേന നമ്മളിത് കേൾക്കുമ്പോൾ നമ്മുടെയും ഗതി നാളെ ഇത് തന്നെ ആകുമോ, അല്ലെങ്കിൽ നമ്മുടെ ഗതി ഇതാകുമോ എന്നുള്ള തരത്തിൽ നിത്യേന ഇങ്ങനെയുള്ള വാർത്തകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സമൂഹം കൃത്യമായിട്ട്, കേരള സമൂഹം ഇതിനെ പറ്റിയിട്ട് ഒന്ന് പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നാളെ ആരെങ്കിലും ഇതുപോലെ കടക്കണിയിൽ വെച്ച് ഇതുപോലെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ഒരു കമൻറ്റ് ചെയ്യൂ. അതിനുള്ള പരിഹാരമില്ലാത്ത ഇതില്ല, എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഹൈപ്പ് നിർബന്ധമായിട്ടും ചെയ്യണം.